മെക്കാനിക്സ് പാർട്ട് 2. നമ്മൾ കഴിഞ്ഞ ദിവസം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു റെഗുലർ ഷേപ്പുള്ള ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, റെഗുലർ ഷേപ്പായാലും അല്ലെങ്കിലും നമുക്ക് റെഗുലർ ഷേപ്പിൻ്റെ പഠിച്ചാൽ മതി. ഏത് വസ്തുവാണെങ്കിലും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ജനറൽ ഫോർമുല I=ഇൻറ്റഗ്രൽ dm(r²) ആണെന്ന് കണ്ടു. ആദ്യം നമുക്ക് യൂണിഫോം റോഡ്, ഒരു തിൻ യൂണിഫോം റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇത് ഞാൻ തീരെ സിമ്പിളാണെങ്കിലും എടുക്കും, കട്ടിയുള്ളത് ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ളത് എല്ലാ സ്റ്റാൻഡേർഡിലുള്ള ചെയ്യണം. പക്ഷെ തിയറി ഞാൻ എല്ലാം സിമ്പിളായിട്ടുള്ളതൊക്കെ അങ്ങ് എടുക്കും. ചിലർക്ക് വിരസമായിട്ടൊക്കെ തോന്നാം, സഹിക്കുക, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇതിപ്പോൾ AB എന്ന് പറയുന്ന ഒരു യൂണിഫോം റോഡാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് L. ഇതിൻ്റെ സെൻട്രൽ ആക്സിസായത് മിഡിലിൽ കൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസായി ഇതിന് y എങ്കിൽ ഈ എൻഡിൻ്റെ കോർഡിനേറ്റ് ഇത് x എന്നിരിക്കട്ടെ, ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഈ A എന്ന് പറയുന്ന എൻഡിൻ്റെ കോർഡിനേറ്റ് -L/2, ഇത് +L/2. അപ്പോൾ L ടോട്ടൽ ലെങ്ത്, ഇതിൻ്റെ ടോട്ടൽ മാസ് M എന്നിരിക്കട്ടെ, ടോട്ടൽ മാസ്. എങ്കിൽ ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ എന്നർത്ഥം. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന അർത്ഥം. അതിന് ലീനിയർ ഡെൻസിറ്റി 1 മീറ്റർ ലെങ്തിനുള്ള മാസ്. അപ്പോൾ ലീനിയർ ഡെൻസിറ്റി λ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത്, ഓർ λ M/L. എങ്കിൽ ഇതിനെ നമുക്ക് നേരത്തെ കണ്ടല്ലോ, പല പല എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ dx ലെങ്ത് ഉള്ള ഒരു ചെറിയ എലമെൻ്റ് എടുക്കുന്നു അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദി ആക്സിസ്. എങ്കിൽ ഈ എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്തിൻ്റെ മാസ് λ. എങ്കിൽ dx ലെങ്ത് എന്ന് പറയുമ്പോൾ മാസ് λ × dx, അതാ dm. അപ്പോൾ ഹിയർ dm = λ × dx. It is M/L × dx. എങ്കിൽ ഈ ഒരു എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ഈസ് dm × x². dm(r²) ഇവിടെ എക്സ് ആക്സിസിലായി ബാർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇവിടെ കോർഡിനേറ്റ്സ് ആയിട്ട് വരിക, അകലമായിട്ട് വരിക. അപ്പോൾ dm × x², ദാറ്റ് ഈസ് ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് എലമെൻറ്റ് അബൌട്ട് ദിസ് ആക്സിസ് y. എങ്കിൽ ബീമിൻ്റെ മൊത്തം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I= dmx², ദാറ്റ് ഈസ് dm ഈസ് M/L x² dx എന്ന് വരും. എങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ്, ഇത് നമ്മൾ സെൻട്രൽ ആക്സിസ് എന്നാണ് വിളിക്കുക. കാരണം ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട്, അല്ലെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ IC = ഇൻറ്റഗ്രൽ dm(r²) എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഇവിടെ ലിമിറ്റ്സ് കൊടുക്കണം. -L/2 to +L/2 ഓഫ് dmx². ഈ dmx² ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആദ്യം സർ. അപ്പോൾ ഇൻറ്റഗ്രൽ -L/2 to +L/2 ഓഫ് M/L x² dx. ഇത് M/L കോൺസ്റ്റൻ്റ് പുറത്തെടുക്കുക. M/L പുറത്തെടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? M/L പുറത്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രലിനകത്ത് x² dx ആണ്. x² എന്ന് പറയുന്നൊരു ഈവൻ ഫംഗ്ഷനാണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ക്യൂബിക്കൽ ഫംഗ്ഷൻ ആവും. ക്യൂബിക്കൽ ഫംഗ്ഷൻ ആകുമ്പോൾ മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ നെഗറ്റീവാണ്. ലോവർ ലിമിറ്റ് -L/2 ക്യൂബാണ്. ക്യൂബ് ആയതുകൊണ്ടാണ് മൈനസ് അവിടെ ഉണ്ടാവും. മൈനസ്. എന്നിട്ട് അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് കുറയ്ക്കുന്ന മൈനസും കൂടെ ആകുമ്പോൾ ഇതങ്ങ് പ്ലസ് ആയിക്കോളും. അപ്പോൾ ഫലത്തിൽ ഈവൻ ഫംഗ്ഷനാണ് ലിമിറ്റ് ഇട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഫ്രം മൈനസ് ലോവർ ലിമിറ്റ് ടു അപ്പർ ലോവർ ലിമിറ്റ്. ആ കേസിലെല്ലാം ട്വൈസ് ദി ഇൻറ്റഗ്രൽ 0 to അപ്പർ ലിമിറ്റ് അങ്ങ് എടുക്കുക. ഇത് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള. അപ്പോൾ IC = 2M/L. ഈ 2 വന്നത് ഇവിടെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് മാറ്റുന്നുണ്ട്. ഇൻ്റഗ്രൽ 0 to L/2 ഓഫ് x² dx. ദാറ്റ് ഈസ് 2M/L × x² എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ x³ / 3 വിതിൻ ദി ലിമിറ്റ് 0 to L/2.
അപ്പർ ലിമിറ്റ് മാത്രമേ ഇവിടെ മീനിങ് ഉള്ളൂ, ലോവർ ലിമിറ്റ് 0 ഇല്ലയോ. ലിമിറ്റ് ഇട്ട് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ഐ സി ആസ് ml² എന്ന് വരും. ഇതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ യൂണിഫോം റോഡ് അബൌട്ട് ഇറ്റ്സ് സെൻട്രൽ ആക്സിസ്. ഈ നമുക്കിത് അപ്പോൾ ml²/12. ഇനിയും റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ഐ എന്നിരിക്കട്ടെ. ഇത് നമ്മൾ കണ്ടുപിടിച്ചത് ഇൻ്റഗ്രൽ dmr² എന്ന് പറഞ്ഞുള്ള ടെക്നിക്ക് ഉപയോഗിച്ചാൽ. ഇത് അല്ലാതെ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യക്ക് ഒരു ഫോർമുല ഉണ്ടാക്കാം. ഒരു ബോഡിയുടെ മാസ് മുഴുവൻ, അല്ലെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു ബോഡിയുടെ ടോട്ടൽ മാസിനെ ആക്സിസിൽ നിന്നുമുള്ള ഏതു ദൂരത്തിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കിട്ടുമോ ആ ഡിസ്റ്റൻസിനാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയും. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി about an axis is the distance from the axis, square of which when multiplied by the total mass of the body gives its moment of inertia. K ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്കിൽ mk² ആണ് ഈ ഡെഫിനിഷൻ അനുസരിച്ച് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ അത് ഏത് ബോഡിക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ആക്സിസിൽ നിന്നും കെ അകലം, ഇതാ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ബീമിൻ നമുക്ക് ഇക്വേഷൻ തമ്മിൽ ഐ സി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ml²/12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു mk². ഇവിടുന്ന് കെ കണ്ടുപിടിച്ച L/, എം ക്യാൻസൽ ചെയ്യും, k² ഈസ് L²/12, അല്ലെ കെ ഈസ് റൂട്ട് ഓഫ് L², L/√12, ദാറ്റ് ഈസ് 2√3. that is about 0.29 L. ഇതിൻ്റെ അർത്ഥം ഈ യൂണിഫോം റോഡിൻ്റെ എല്ലാം കൂടെ ഓടിച്ച് ചുരുക്കി ഒരു പോയിൻ്റ്, മാസ് പോയിൻ്റ് ആക്കുക എന്നിരിക്കട്ടെ. ആക്കിയിട്ട് ഈ ആക്സിസിൽ നിന്നും കെ അകലത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളായിട്ട് അതിനെ ചിത്രീകരിക്കാം. ഇതിൻ്റെ മൊത്തം മാസ് ഇതെല്ലാം കൂടെ ഓടിച്ച് ചുരുട്ടി കൂട്ടി ഒരു പോയിൻ്റ് മാസാക്കി ഇതിനെ മാറ്റുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ മാറ്റിയിട്ട് ഈ ആക്സിസിൽ നിന്നും ഈ കെ അകലത്തിൽ കൊണ്ടുവച്ചാൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈ റോഡിൻ്റെ മൊത്തം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് തുല്യമാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഈ ആക്സിസിനെ സംബന്ധിച്ചിടത്തോളം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ട്, റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മൊത്തം മാസ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം എന്നർത്ഥം. ആക്സിസ് മാറുമ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷനും മാറും. അപ്പോൾ റേഡിയസ് ഇത് സെൻറ്റർ ഓഫ് മാസ് അല്ല. ഈ ആക്സിസിനെ സംബന്ധിച്ച് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ ഈ തിൻ റോഡിനെ നമുക്ക് എന്തായിട്ട് ചിത്രീകരിക്കാം? ഈ ആക്സിസിൽ നിന്നും കെ, അതായത് 0.29 L, 0.29 L എത്രയാണോ അത്രയും അകലത്തിൽ ഇതിനെ മൊത്തം ഒരു പോയിൻ്റ് മാസാക്കി മാറ്റിയാൽ അവിടെ കൊണ്ടുവച്ചാൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈ തിൻ ബാറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യക്ക് തുല്യമായിരിക്കും എന്നേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I = ഇൻ്റഗ്രൽ dmr². ദാറ്റ് ഈസ് ഈക്വൽ ടു mk² എന്ന് എടുക്കുക. അവിടുന്ന് കെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ട്രാൻസ്ഫർ തിയറം ഒന്ന് അപ്ലൈ ചെയ്യണം. പാരലൽ ആക്സിസ് തിയറം. ഇത് സെൻട്രൽ ആക്സിസ്, അതിനെ ബേസ് ചെയ്തുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇപ്പോൾ കണ്ടുപിടിച്ചത് IC. ഇതിൻ്റെ എൻഡിൽ കൂടി കടന്നു പോകുന്നതും ഈ സെൻട്രൽ ആക്സിസിന് പാരലായിട്ടുള്ളതുമായ മറ്റൊരു ആക്സിസാണ് y1. ഇതിനെ ബേസ് ചെയ്ത് ഈ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ് എന്ന് കാണുന്നതിനാൽ പാരലൽ ആക്സിസ് തിയറം, ദാറ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I = IC + md² എന്ന. ഇതിൻ്റെ പ്രൂഫും കാര്യമൊക്കെ പോസ്റ്റിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഐ സി എന്ന് പറഞ്ഞാൽ എം എൽ സ്ക്വയർ ബൈ 12 പ്ലസ് എം ഇൻറ്റു ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്സസ് തമ്മിലുള്ള പാരലൽ ആക്സസ് തമ്മിലുള്ള അകലം അത് ഇവിടെ L/2 ആണ്. റോഡിൻ്റെ ഹാഫ് ലെങ്താണ്. അപ്പോൾ L/2 സ്ക്വയർ ഫലത്തിൽ എം എൽ സ്ക്വയർ ബൈ 12 പ്ലസ് എം എൽ സ്ക്വയർ ബൈ 4 ഓർ ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ബൈ 3. ഇവിടെ നിന്നും റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിച്ചാൽ K ഈക്വൽസ് L/√3 എന്ന് വരും. ദാറ്റ് ഈസ് അബൌട്ട് 0.58 L. 0.58 ഇൻറ്റു ടോട്ടൽ ലെങ്ത്. അതായത് ഈ ആക്സിസിൽ നിന്നും 0.58 L അകലത്തിലാണ് ഇതിൻ്റെ ഇതിനെ പോയിൻ്റ് മാസമായിട്ട് സങ്കല്പിച്ചാൽ അത് വയ്ക്കേണ്ട സ്ഥാനം. ഈ ആക്സിസിനെ ബേസ് ചെയ്താണെങ്കിൽ 0.29 L. അത് ഇവിടെ 2 പോയിൻറ്റ്സ് വരും. ഒന്നുകിൽ ഈ സൈഡാവാം അല്ലെങ്കിൽ ഈ സൈഡാവാം. ഇവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഒരു വാല്യൂ ഉള്ളൂ. മറ്റേ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് വരും. സെൻട്രൽ ആക്സിസിനെ ബേസ് ചെയ്ത് K അകലം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാവാം ഇങ്ങോട്ടുമാവാം. ബിക്കോസ് ഓഫ് സിമെട്രി ഓഫ് ദി ആക്സിസ്. Thank you.